ഹലോ, ഗുഡ് മോർണിംഗ്. അപ്പം ഇന്ന് രാവിലെ പപ്പ മുകളിലോട്ട് പോയി. ആരെ വിളിക്കുന്നില്ല, ഞാൻ വീഡിയോ എടുക്കുക. ഇന്ന് രാവിലെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടിയാണ്. ഇന്ന് സാറ്റർഡേ ആണ്ട് പിള്ളേർക്കൊന്നും ക്ലാസ് ഒന്നും ഇല്ലാഞ്ഞത് എല്ലാവരും ലേറ്റായിട്ട് എണ്ണിച്ചത്. എഗ് റോസ്റ്റും ചപ്പാത്തി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ചപ്പാത്തി എന്ന് പറഞ്ഞാൽ ഫ്രോസൺ ആണ്. ആദ്യമേ തന്നെ മുട്ടയങ്ങ് പുഴുങ്ങാനിടാം. ഇതൊന്ന് ചെറുതായിട്ട് തിളച്ച് വരുമ്പോഴത്തേക്ക് നമുക്ക് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. മുട്ട തിളച്ച് വന്നേ ഇനി ഉപ്പിട്ട് കൊടുക്കാം. കുറച്ച് മതി. മുട്ട പൊളിക്കുമ്പോൾ എളുപ്പത്തിൽ പൊളിഞ്ഞ് വരും. അപ്പം മുട്ടയോടെ വരുന്ന സമയത്ത് ഇതാ മമ്മി സവോളയും വെളുത്തുള്ളിയും പച്ചമുളകും ഇഞ്ചി എടുത്തില്ലേ അമ്മി? ഇഞ്ചി എടുക്കണം അല്ലേ? ഇഞ്ചിയും എല്ലാം കൂടെ പൊളിച്ച് അരിയാമെന്ന് പറഞ്ഞു. നമ്മുടെ പാൻ ചൂടാകാൻ വേണ്ടി വെച്ചിട്ടുണ്ടേ. ആ വെള്ളമൊക്കെ ഒന്ന് മാറി ചൂടായി കഴിയുമ്പോഴത്തേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. അപ്പം നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. ഇതാ മമ്മി സവോള, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഇതെല്ലാം അരിഞ്ഞ് തന്നിട്ടുണ്ട്. കറിവേപ്പിലയുടെ കുറവുണ്ട്. കടുക് പൊട്ടി കഴിയുമ്പോൾ ഇത് നമുക്ക് ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുക്കാം. ഫ്ലെയിമിലോട്ട് വാട്ടേക്കുക. ഉപ്പിട്ട് കൊടുക്കാം, പെട്ടെന്ന് വഴണ്ട് കിട്ടാൻ വേണ്ടി. ഇനി ഇത് ചെറുതായിട്ടൊന്ന് വഴണ്ട് വരട്ടെ. സവോളയൊക്കെ ചെറുതായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി ഒരു തക്കാളിക്കായും കൂടെ ഇട്ട് കൊടുക്കാം. നല്ലപോലെ വഴണ്ട് എണ്ണ തെളിഞ്ഞ് വരണം. നല്ലപോലെ വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി ലോ ഫ്ലെയിമിലിട്ട് നമുക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാവേ. മഞ്ഞൾ പൊടി, കാശ്മീരി ചില്ലി പൗഡർ, നല്ലൊരു കളറിന് വേണ്ടി പേപ്പറിക്ക, ഇച്ചിരി കൂടെ പേപ്പറിക്ക ഇട്ട് കൊടുക്കണേ. ഇനി അങ്ങോട്ട് ഇളക്കാം. ഞാൻ ഇച്ചിരി വെള്ളം ഒഴിച്ച് കൊടുക്കും. ഒന്ന് തിളക്കട്ടെ. നമ്മുടെ എരിവും എല്ലാം ഒന്ന് ബാലൻസ് ആവുന്നത് ഒരു ലേശം ഷുഗർ ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ മിക്സ് ചെയ്യുക. ഇച്ചിരിയും കൂടെ ഒന്ന് എണ്ണ തെളിഞ്ഞ് വരാനുണ്ട്. എന്നിട്ട് ഇത് കഴിയുമ്പോൾ നമുക്ക് മുട്ട ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ മുട്ട ഇവിടെ പൊളിച്ച് ഞാൻ ഒരു 3 എണ്ണം മുഴുവനായിട്ട്, പക്ഷെ വരഞ്ഞിട്ടുണ്ട്. ബാക്കി ദേ ഇങ്ങനെ രണ്ടായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പപ്പ പറഞ്ഞു ഇങ്ങനെ ചെയ്താൽ ഇച്ചിരി കൂടെ ഫ്ലേവർ മുട്ടയിലേക്ക് വരുമെന്ന്. അപ്പോൾ ഇങ്ങനെ ആക്കി വെച്ചിട്ടുണ്ട്. ഇതിനെ നമുക്ക് മിക്സിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കണം. എണ്ണയൊക്കെ നല്ലപോലെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനിയും നമുക്ക് വെച്ചിരിക്കുന്ന മുട്ടേനെ ഇട്ട് കൊടുക്കാം. ഇത് പപ്പ പറഞ്ഞിട്ട് നീ ഇളക്കുമ്പോൾ ഈ ഉണ്ണി ആയി പോത്തില്ലേ? അതാണ് എൻ്റെ ക്വസ്റ്റ്യൻ. ഉത്തരം പറ പാപ്പ. ഇനി ഇതിൻ്റെ എല്ലാം മുകളിലോട്ട് നമുക്ക് ഇങ്ങനെ ഒന്ന് എടുത്ത് വെക്കാം. ഇനി ലോ ഫ്ലെയിമിൽ ഒരു 5 മിനിറ്റ്സ് അങ്ങോട്ട് അടച്ച് വെക്കും. അപ്പം നമ്മുടെ മുട്ട റോസ്റ്റ് റെഡിയാകും. അടച്ച് വെക്കുക. നമ്മുടെ മുട്ട റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് സൈഡിലോട്ട് മാറ്റി വെക്കാം. എന്നിട്ട് നമുക്ക് ചപ്പാത്തി ചൂടായി വന്നിട്ടുണ്ട്. നമ്മൾ ചപ്പാത്തി ഇട്ട് കൊടുക്കുക. മമ്മി പറയാം നാട്ടിലെ ചപ്പാത്തി ഇച്ചിരിയും കൂടെ കട്ടി കുറവും ഇച്ചിരി വലിപ്പമുള്ളത്. അപ്പോൾ ഞാൻ പറഞ്ഞത് ചൈന ചപ്പാത്തിയാണ്. നമ്മുടെ ചപ്പാത്തി എല്ലാം ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കിയെടുക്കാവേ. ഞാൻ അതിൻ്റെ വീഡിയോ ഒന്നും എടുക്കുന്നില്ല. അപ്പോൾ ഞാൻ ചപ്പാത്തി ഉണ്ടാക്കട്ടെ. മുട്ട റോസ്റ്റൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ അച്ചാച്ചൻ പറഞ്ഞു അച്ചാച്ചൻ ഓംപ്ലേറ്റ് വേണമെന്ന്. അപ്പോൾ എന്താ മുട്ട, സവോള, പച്ചമുളക്, ഉപ്പ് ഇത്ര ഇട്ട് ഓംപ്ലേറ്റ് ഉണ്ടാക്കാൻ പോവാണേ. ഇന്ന് ചായ ഇല്ല കേട്ടോ. ഇന്ന് പാൽക്കാപ്പിയാണ്. കട്ടൻ കാപ്പി ഉണ്ടാക്കിയതിൻ്റെ മിച്ചം കാപ്പി ഉണ്ടായിരുന്നു. അപ്പോൾ പാൽക്കാപ്പി ആക്കി വെക്കാം. ഇതൊന്ന് തിളച്ചും വരട്ടെ. അപ്പം നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റിന് മുട്ട റോസ്റ്റ്, ചപ്പാത്തി, മുട്ട ഓംലേറ്റ്, കഴിക്കുമ്പോൾ അത് വേണ്ട. പിന്നെ ഇത് പപ്പ എന്തോ സബോളയാണ്ട്
മുരിച്ച് വെച്ചേക്കുന്ന. പിന്നെ കാപ്പി ഇവിടെ അപ്പയുടെ കൂടി ഇരുന്ന്. ചേച്ചി എന്ത് കഴിക്കുക? മൊത്ത കഴിക്കുന്നു. പപ്പ ബ്രെഡും കൂടെ എടുത്തുകൊണ്ട് വരുക. മമ്മി ദേ ഇവിടെ ഇരുന്ന് കഴിക്കുന്നു. പിന്നെ വേണ്ട എൻ്റെ കാത്തിക്കുട്ടി ഇവിടെ ചപ്പാത്തി പാലും കൂടെ കഴിക്കുന്നു. ചേച്ചാ മുട്ട ഓംലേറ്റ് എങ്ങനെ ഉണ്ടെന്ന് പറഞ്ഞേ? നല്ല അടിപൊളിയോ മുട്ട ഓംലേറ്റ്. എരിവ് കുറവാണോ? എരിവ് കുറവാ. അപ്പൊ പിന്നെ അത് അടിപൊളിയാവോ? എനിക്ക് ഇഷ്ടപ്പെട്ടു. കൊച്ചിനും കൊടുക്കാമല്ലോ. കുഞ്ഞാവ് കഴിക്കുന്നുണ്ടോ? ഓക്കെ, സൂപ്പറാണോ? പപ്പ എങ്ങനെയുണ്ട് മുട്ട റോസ്റ്റും ചപ്പാത്തി? ഓക്കെ. മമ്മി എങ്ങനെയുണ്ട്? സൂപ്പർ. സൂപ്പർ. എന്നാലും മനസ്സിൽ പറഞ്ഞ എൻ്റെ അത്ര ഒന്നും ആയിട്ടില്ല. ഇത് സിനമൺ ബ്രെഡ് അല്ലേ? ഇത് നല്ല രസമുണ്ട് തിന്നാനല്ലേ? ഇവള് പറഞ്ഞ അഴുക്കായിരിക്കും. പറാത്ത നമുക്ക് അത്രക്ക് ഇഷ്ടമില്ല. അപ്പം ഞാനും ഇനിയും കഴിക്കാൻ പോവാണ്. അപ്പം